ഇതിനേക്കാൾ സ്പീഡിൽ വണ്ടി ഓടിച്ചിരുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? എന്നിട്ടാ കഴിഞ്ഞ ആഴ്ച KSRTC ബസ് ഇടിച്ച് മരിച്ചുപോയി. ഈ സർക്കാർ എല്ലാം കൊണ്ട് പരാജയമായിരിക്കുകയാണ്. ചുമട്ടു തൊഴിലാളികളുടെ സ്വപ്ന പദ്ധതിയായിരുന്നു നോക്കുകൂലി. ആഹാ, പറയുമ്പോൾ തന്നെ എന്ത് സുഖാണല്ലേ. ഒരു ബോണ്ടങ്ങട് അത് നിരോധിച്ചതിലൂടെ മുഖ്യമന്ത്രി തികച്ചും ഒരു സ്വേച്ഛാധിപതിയെ പോലെയാണ് പെരുമാറിയത്. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ നോക്കുകൂലി തിരിച്ചുകൊണ്ടുവരണമെന്ന് ഞാൻ ശക്തമായി ആവശ്യപ്പെടുകയാണ്. എന്തോന്നറിയ ബോണ്ടയോ അതോ ഏറുപടക്കോ? ലാത്തി ചാർജൊക്കെ അടക്കുമ്പോ യവന്മാർ ഈ സാമാനാണെന്ന് നമുക്കെതിരെ പ്രയോഗിക്കുന്നു. ചുമ്മാതെ ഒരടി കണ്ട കാലം മറന്ന് ലാത്തി ചാർജൊക്കെ ഒന്ന് കാണാൻ. നമ്മുടെ പൂർവികന്മാർ വർഷങ്ങളായി യുഗാന്തരങ്ങളായി കൈമാറി വന്നു അനുഷ്ഠാനം പോലെ ആചാരം പോലെ പവിത്രമായ ഒന്നാണ്. എന്നിട്ട് നോക്കുകൂലി എന്ന് പറയുമ്പോ ചിലർക്ക് പുച്ഛം. ഇവനൊക്കെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? അതങ്ങനെയാ സാറേ, ഉള്ള പണിയും കളഞ്ഞിട്ട് ഓസിന് ചായ അടിക്കാൻ നടക്കുന്നവരാ ഇവിടെ എല്ലാവരും. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതോ വെറുതെ ഇങ്ങനെ നോക്കി നിന്നിട്ട് മാസം തോറും നിങ്ങൾ കൂലി പറ്റുന്നില്ലേ? നിങ്ങൾ ചെയ്ത ജോലി ഞങ്ങൾ ചെയ്ത കുറ്റം. ഞാൻ വാദിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വെറുതെ ഇങ്ങനെ നോക്കുകുത്തികളായി നിൽക്കുന്ന നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്. നടക്കുവോ സാറേ? അവനെ കണ്ട അവന്റെ ആ ലാത്തിയിലെ പിടി കണ്ടറിയാം എന്നിവിടെ അടി പൊട്ടും. ഇത് സത്യം സത്യം സത്യം. ഈ പൊരി വെയിലത്ത് നിൽക്കുന്ന ഫുൾ കലിപ്പും ഇന്ന് ഓർഡറും വാങ്ങി ആ നോക്കുകൂലി മേടിച്ചിട്ട് ഈ പ്ലാവിലെ കണ്ടി മണികളും ഇവിടെ നിന്ന് മടങ്ങും. മുഖ്യമന്ത്രി, നിങ്ങൾക്ക് കണ്ണില്ലേ? കണ്ണുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കാണില്ലായിരുന്നു. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ താടിയും മുടിയും വളർത്തി ഒരു ശവപ്പെട്ടിയിൽ 10 ദിവസമായിട്ട് കിടക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ? അതെ, 1010 ദിവസമായിട്ട് ഇവിടെ കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഈ കിടപ്പ് നീ ലോഡ്ജിലായിരുന്നു എത്ര വാട കൊടുക്കേണ്ടി വന്നേനെ. നിന്റെ ഇത്രയും ദിവസത്തെ കിടപ്പ് പോലും മേടിച്ചെന്നിട്ട് ഈ പ്ലാവരെ കണ്ടി ചേട്ടൻ ഇവിടെ നിന്ന് മടങ്ങൂ. നിന്റെ വേദന മുകളിലുള്ളവർ മനസ്സിലാക്കണമെങ്കിൽ നീ മരത്തിന്റെ മുകളിൽ കയറണം. എന്നിട്ട് ഉറച്ചു വിളിച്ചു പറയണം, മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക. ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മുകളിൽ കയറി പറയണം. എന്നാലേ തലസ്ഥാനം കേൾക്കൂ. എടാ, നീ മുകളിൽ കയറുമ്പോ ചാനലുകാർ വരും, ചാനലുകാർ വരുമ്പോ നിന്നെ TV കാണിക്കും. അപ്പൊ നീ സ്റ്റാർ ആവും. എന്നാൽ ഈ സമരത്തിന് പഞ്ചം ധൈര്യമായിട്ട് കയറിക്കും. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ തന്റെ ജീവൻ പണയം വെച്ച് മരത്തിന്റെ മുകളിലേക്ക് കയറുന്ന കാഴ്ച മുഖ്യമന്ത്രി നിങ്ങൾ കാണൂ. മുഖ്യമന്ത്രി ഇത് കാണൂ, അല്ലെങ്കിൽ നിങ്ങൾ രാജിവെക്കൂ. ഒരു പാവപ്പെട്ടവരുടെ തീരവേദനം പ്രിയമുള്ളവരെ ഇത് കാണുന്നില്ലേ? വരുവിൻ, കണ്ടാസ്വദിക്കുവിൻ. ഒരു സിംഹവാരൻ കുരങ്ങനെ പോലെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ കയറുന്ന മനോഹരമായ കാഴ്ച. അണ്ണാവൻ താഴെ വന്ന് ചത്തുപോയ അണ്ണന്റെ മേലാണ് കുറ്റം, പ്രേരണ കുറ്റം. അങ്ങനെയൊന്നും അണ്ണ അങ്ങനെ ഒരു വകുപ്പുണ്ടെന്ന് അല്ലെങ്കിൽ അവരോട് ചോദിച്ചു നോക്ക്. അങ്ങനെ ഉണ്ട്. ചാവനിക്കലാണ് കൈയടിക്കുന്നത്. ഇത് പിടി അണ്ണ, അവനെ ഇറക്കണ്ട. അനിയാൻ നിന്റെ പരിപാടി സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ചാടി ചത്തിരിക്കും. തമാശ കളിക്കൽ മര്യാദ അറിയുക. ഞാൻ വരൂല, എന്റെ ശവം ഞാൻ നിന്നെ കൊണ്ടിരിക്കും. ഞാനും തിന്നും. പോലീസുകാരെ, ഇങ്ങനെ ലാത്തിയെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ നോക്ക്. നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഏതാണ് ഈ കുരിശ്? അഭ്യാസം കാണിക്കാൻ ആരെങ്കിലും കയറി അവരെ പിടിച്ചിറങ്ങും. നമ്മുടെ പ്രിയപ്പെട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ആ മേളിൽ നിൽക്കുന്ന ഭ്രാന്തനെ വലിച്ചു താഴെയിടാൻ അതിസാഹസ്യമായി ഏണി വഴി ഏറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭ്രാന്ത ഒന്ന് പിടി പറഞ്ഞാൽ നിന്നെ ഇറങ്ങട്ടെ. മത്സരിക്കാനുള്ള ആളാണ്. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ
പിടിക്കല്ലേ പിടിക്കല്ലേ പോയെന്നാ തോന്നുന്നത്. യവന്മാർ ഇവിടെ എത്തിയോ? അയ്യോ എനിക്കതല്ല, അടിയെ കളന്നെങ്കിലും പരിപാടി കളിക്ക്. ഒരുപാട് പേര് പറയാറുണ്ട് രാഷ്ട്രീയത്തിന് നല്ല ഭാവിയുണ്ട്. ആണല്ലേ? ഇതിന്റെ ദിന പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചായയും കടിയൊന്നും ഇല്ലേ? നിന്റെ കടി ഇതുവരെ മാറിയില്ലടാ. എല്ലാം ചെയ്തു വെച്ചിട്ട് പോടാ, പോ. അയ്യോ അങ്ങനെയാ കഴപ്പങ്ങ് തീർന്നു കിട്ടി. നമസ്കാരം. രേണു വന്നില്ലേ? ഇല്ല, അവള് രേണുക ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലുള്ള ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എല്ലാം നമ്മൾ അതിജീവിച്ചേ മതിയാവും. എല്ലാം പെർഫെക്റ്റായിട്ട് മുന്നോട്ട് പോവുകയെന്ന് തീരുമാനിച്ചാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതം തന്നെയായിരിക്കും. ഒന്നുകിൽ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തുക. മോളിപ്പോൾ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുക, അത്രയേ ഉള്ളൂ. ഈ വെകിളി പിടിച്ച സ്വഭാവം ജന്മനാ കിട്ടിയതാണോ അതോ? എന്താ? അല്ല, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് ഈ സ്വഭാവം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. ഉറപ്പിച്ചോ? അമ്മേ, രേണു സമ്മതിച്ചു.